السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. نحمده ونصلي على رسوله الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أحسن الكلام كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രസത്തോ രായത്തങ്ങളെ നിന്റെ പൽക്ക കേട്ടുകൊണ്ടുള്ളതായോ സഹോദര സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആലರೋ ആദേശ ನಿರ್ದೇಶತೋ ಜೀವನത്തിൽ ആവതുള്ളത്തര കൈവുള്ളത്തര ആയത്തര പാലിച്ചുകൊണ്ടുത്തു മുത്തഖിയായിട്ട് മുസ്ലിമായിട്ട് മുഅ്മിനായിട്ട് ചെയ്യിക്കുന്നു. അതേ അവസ്ഥയിൽ മരിക്കുന്നു ചൊന്തു നന്നൊട്ടുക്കും നിങ്ങളൊട്ടുക്കും വസിയത്താക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എല്ലാവർക്കും ಅದಕ್ಕೆ തൗഫീഖ് ചെയ്യട്ടെ. ഈ ഉമ്മത്തുൽ ഇസ്ലാമുക്കു കിട്ടിയതായ വലിയൊരു നിഅമത്ത് എന്തിരോ, ഒരു യഹൂദി ഉമർ റളിയല്ലാഹു തആല അൻഹു ಹೊರಟಿಗೆ ಚಲರೋ ഖുർആൻ അവസാനിച്ചതായോ ഖുർആൻ അവസാനമായിട്ട് അവതീർണമായതായോ ആയത്തുണ്ടല്ലേ, ആ ആയത്ത് ಬಂದ നാല് മിനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു നാലോ ಗುರ್ತಮಿನಿ ಇಂತುಂಡೆ ನಂಗಾದ್ರೆ ಭಯಂಕರಮಾಯ್ತು ಆಘೋಷಿಸಿರಾತ ಆಚರಿಸಿರಾತ. ಕಾರಣ ಅದರ ಆ ಆಯತಿರೋ ವಿಶೇಷತೆ ಅಂದ್ರೆ ಅಲ್ಯೌಮ ಅಕ್ಮಲ್ತು ಲಕುಂ ದೀನಕುಂ ವ ಅತ್ಮಮ್ತು ಅಲೈಕುಂ ನಿಅಮತಿ ವ ರದೀತು ಲಕುಂ ಅಲ್ ಇಸ್ಲಾಮ ದೀನ. ಇಂಡತ್ತ ನಾಲ್ ನಾನು ನಿಂಗಳ ದೀನರೋ ಪರಿಪೂರ್ಣಮಾಕಿ തന്നെ, ನನ್ನ ನಿಅಮತರೋ ನಿಂಗಳ ಮೇಲೆ ಸಂಪೂರ್ಣಮಾಕಿ തന്നെ, നിങ്ങൾക്ക് ഇസ്ലാം ദീന്റെ ഒരു ദീനൈത്ത് തൃപ്തിപ്പെട്ട് തന്നെ ചുന്തുലതായോ ഈ ഒരു ആയത്ത്. അങ്ങനത്തെ ഒരു ആയത്തിലെ ഒരു അവകാശമിനി തൗറാത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് ആഘോഷിച്ചിരാത്ത ചുന്തുലത് അയാള് ആ യഹൂദി ഉമർ റളിയല്ലാഹു തആല അൻഹു ಹೊರಟಿಗೆ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ സംബന്ധിച്ച് അങ്ങ് കൂടെ വിചാരിക്കുന്നത് ഈ ഖുർആൻ ഈ ഖുർആന്റെ അവതീർണർ, ഈ ഖുർആൻ നാസിലായത് ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷിക്കും പോലത്തെ വിഷയമേ എങ്കിലും ഞങ്ങളെ ആഘോഷം ഉണ്ടു. യഹൂദി വിചാരിക്കുന്ന ആഘോഷം എന്തരേ, എന്താ തബലമ ഡംബൂരിയ അല്ലെങ്കിൽ ചീനമ ഇങ്ങനത്തെ ഏതെങ്കിലും മ്യൂസിക് സാമാനെല്ലാം വെച്ചിട്ട് ഇടീ ദുനിയാവുക്കും കാത് കപ്പൽ അടിക്കും പോലെ, ഇല്ല ആൾമാരെ റോഡ് ബ്ലോക്ക് ആക്കിത്തും തുല്യത്തും ഇങ്ങനെ പല നമത്തിലും ഉപദ്രാക്കിത്തും ഇങ്ങനത്തെ ഒരു ആചരണത്തിൽ യഹൂദി വിചാരിച്ചത്. യഥാർത്ഥത്തില്
ಈ ಆಚರಣೆ ಆಕಾತಂಗಲ್ಲ ಮುಸ್ಲಿಮಿಂಗ ಇದ್ರ ಆಚರಣೆ ಆಕ್ರದು അതെന്തിരേ ആ ആചരണ തിക്കറ് വർഷം പ്രതിബന്ധതായോ അറബി വർഷ അതായത് അറബി തിങ്കളിൽ പെട്ടതായ റമദാൻ തിങ്കൾ ഒരു തിങ്കൾ നോമ്പ് നോക്കുന്നത് നോമ്പ് പിടിക്കുന്നത് ഈ ഖുർആൻ അവതീർണമായതിരെ ഒരു ആഘോഷത്തിക്കറ് ആചരണത്തിക്കറ് ചെന്നുള്ളത് ആ യഹൂദി മനസ്സിലാക്കിയില്ല. അതും പൈച്ച് തെച്ചിത്ത് തിന്നാമാറ് കുടിക്കാമാറ് ഹറാമു വിട്ടുത്തു ഹറാമും ആക്കാമാറ് ആഘോഷിക്കുന്നതായോ ആ ഒരു രൂപ. അത് ഇസ്ലാം ഒരു ആഘോഷം. അങ്ങനെ ഏതുപോലെ ചെന്നെങ്കിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഫിറഔന്റെ ഖൗമിൽ നിന്ന് അയലെ സമുദായത്തെ മൂസ അലൈഹിസ്സലാം അയലെ സമുദായത്തെ ഫിറഔന്റെ ഖൗമിൽ നിന്ന് ബച്ചവാക്കിയതായ നാളില് നോമ്പ് പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അംഗീകരിച്ചു കൊടുത്തു. എങ്ങനെ? ഞങ്ങളെ കൊച്ചി ഇങ്ങനെ അതായത് നോമ്പ് പിടിച്ചിട്ട് ആഘോഷിക്കരുത് ചിന്തലത്. അപ്പൊ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ ഒരു വലിയൊരു നിഅമത്ത് എത്തിക്കരുത്. ഈ ഖുർആൻ മനുഷ്യ സമുദായത്തെ കണ്ണ് തുറപ്പാട്ട്, മനുഷ്യ സമുദായത്തെ കണ്ണില്ലാത്തങ്ങളെ പോലുള്ളതായോ, കാതില്ലാത്ത പോലുള്ളതായോ, കൽബിന്ത് ചിന്തനാക്കാത്തതായോ ആൽമാറോ യഥാർത്ഥാക്കറ് മരിച്ചങ്ങളെ യഥാർത്ഥത്തില് അങ്ങനെ ജീവ ഇന്നെങ്കും അങ്ങ് ആത്മീയമായിട്ട് മറിച്ചങ്ങ അങ്ങനെ ഹയാത്താക്കറി ഖുർആൻ. റൂഹ് ആ ഒരു യഥാർത്ഥമായ ചൈതന്യം ഇല്ലാത്ത ആൽമാരോ യഥാർത്ഥാക്കറി ഖുർആൻ. ആ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്ന യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യന്മാരെ, ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളെ പക്കൽ നിന്ന്, നിങ്ങളെ റബ്ബിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് ഒരു സദുപദേശ, ഒരു ഉപദേശം വന്നത്. ഹൃദയത്തിലുള്ളതായോ കൽബുക്ക് വന്നതായോ എല്ലാ നമ്മത്തിലെ സീക്ക് ഒരു ഷിഫ എത്തിക്കറ്, ഇതൊരു മറന്ന് എത്തിക്കറ് ഈ ഖുർആൻ. വഹുദർ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീൻകു ഹിദായത്തും റഹ്മത്തും എത്തിക്കറ്. ഇതിന്റെ മേൽ വിശ്വസിക്കുന്നതായ മുഅ്മിനീങ്ങളുടെ മേൽ ഇതൊരു ഹിദായത്ത് എത്തിക്കറ്, ഇതൊരു റഹ്മത്ത് എത്തിക്കറ് ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന. ഈ ഖുർആന്റെ മേൽ എന്ത് എത്തിക്കറ്? സമുദായത്തെ വിശ്വാസ. ഞങ്ങൾ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി, അതിനെ ഞങ്ങൾ മറക്കുക. ഒരു കാലഘട്ടത്തെ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തെ നെനപ്പാക്കി മാത്രമേ ഞങ്ങൾ എവിടെ ഞങ്ങൾ എത്ര വലിയ അല്ലാഹുവിന്റെ നിഅമത്തുള്ള ചൊന്തു മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ഖുർആൻ അത് ഒരു വിഭാഗക്കാർ മാത്രമേ പഠിക്കണു ചൊന്തു, ഒരു വിഭാഗക്കാർ മാത്രം, അതായത് മുസല്ലി ചൊന്തു മുസ്ലിയാക്കന്മാരെ അർത്ഥ മുസ്ലി ചൊന്നെന്തരേ നിസ്കരിക്കണു പാവപ്പെട്ട മുസ്ലിം നിസ്കരിച്ചോണ്ടില്ല. ആര് ആ പ്രത്യേകമായ വേഷവിധാനത്തിലുള്ള മുസ്ലിയാക്കന്മാർ ചൊന്ത് അറിയപ്പെട്ടെന്നത് അങ്ങ് മാത്രം നിസ്കരിച്ചോണ്ടിന്നേ മുസ്ലിയാക്കന്മാർ അങ്ങ് മാത്രം പഠിച്ചോണ്ടിരുന്നതായ ഒരു കാലഘട്ടം. അതും എന്തിരേ അതിരെ ഹർഫ് പഠിക്കരുതാ പ്രത്യേകമായിട്ട് അത് സുന്നത്തും ഇല്ലാത്തതായി പഠിപ്പാടപ്പെട്ടത്. അതിനെ പഠിക്കരുത് പ്രത്യേകമായ സുന്നത്തുമില്ല ചൊല്ലുള്ളത് മാത്രല്ല. ഒരു ഖുർആന്റെ ഒരു ഹർഫുക്ക് അലിഫുക്ക് ഏലർത്ഥുണ്ടു, അതിന്റെ അർത്ഥത്തിൽ എന്തെങ്കിലും പേച്ചു പോയിട്ടെങ്കിൽ ഞങ്ങ പേച്ച കൂട്ടത്തിലായി പോവാ ചൊല്ലുന്നത് സമുദായത്തെ പേടിപ്പാട്ടിയതായ ഒരു കാലഘട്ടം കഴിഞ്ഞത്. ആ ഖുർആന്റെ അർത്ഥ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തെറുതപ്പി പോറ് ചുന്തുള്ളതായോ ആ വാദ അത് ഇല്ല. ഖുർആന്റെ തർജുമാക്കിക്കൊണ്ടുള്ളാറ്, ഖുർആന്റെ കന്നഡ ഭാഷയിൽ ട്രാൻസ്ലേഷൻ കൊണ്ടുവന്നാറ്, ഖുർആൻ പഠിപ്പാട്ട് കോളേജ് ഉണ്ടാക്കിയാറ്, ഖുർആന്റെ പഠിപ്പാട്ടിനെ ചൊന്തു ഈ മൊയിലാക്കന്മാർ പുറത്തായിരാറ്. ഇതെല്ലാം എന്തുകൊണ്ട് എങ്ങനെ സാധ്യത്ത്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ചൊന്തുള്ളതായോ ഇങ്ങ ചെല്ലതായ ഈ വിശ്വാസ എപ്പ വഹി ಬಂತು ಬದಲಾವಣೆರೆ ಅಲ್ಲ ಸಮುದಾಯ ಈ ಮುಸ್ಲಿಯಾಕന്മാരെ ಮೇಲೆ ಒತ್ತಡ ಇಟ್ಟು ತಾಂಬತ್ತುಗು ಪ್ರೆಷರ್ ಇಟ್ಟು ತಾಂಬತ್ತುಗು ಬೇರೆದು ಪೊರ್ದಿ ಮುಟ್ಟಿತ್ತು ಇಂಗ ಪಡಿಪಾಟದಾಯೋ ஒரு ಅವಸ್ಥೆಗೆ ಎತ್ತಿದ್ದು ಮಾತ್ರಮೇ ಕಾಂಡದು. ഒരു മുസ്ലിയാർ ഒരു ഔത്തുക്ക് ಬಂಡೆ ഔത്ത് ಬಂತಾಂಬತ್ತುಗು മുസ്ലിയാരോട് ചൊല്ലത് നിങ്ങൾ മൗലൂദ് ഓതുന്നു. അപ്പ മുസ്ലിയാർ ചൊല്ലോ അട്ട കാട്ടിട്ട് ചൊല്ലോ ഈ മസി പിടിച്ചതായി അട്ട ഉള്ള ഇവിടെ മൗലൂദ് ഓതരെ ഒരു യാസീൻ ഓതി പോണ്ട. അപ്പൊ ഖുർആൻക്കുള്ള ബല എത്ര സമുദായമേ ആലോചന കरू.
ഖുർആൻക്കുള്ള വില എത്ര? ഖുർആൻക്കുള്ളത് വെറും അതൊരു തുണിയില് പൊയിഞ്ഞിട്ട് മേലെ ആറ് കൈ തട്ടാത്ത പോലെ ബൈக்கிறതും എപ്പോഴും ആപ്പണാക്കരുത് മൗലൂദ് പോലത്തെ മൗലൂദി കിതാബും. അങ്ങനെ സമുദായത്തോ കണ്ണ് തുറക്കരുതായോ കിതാബറോ ഈ സമുദായത്തിൽ നിന്ന് എടുത്തു വെച്ചതായോ ഈ ഇമാംമാറുള്ളവരല്ലേ, സാദാത്മാറുള്ളവരല്ലേ, കുബറാക്കന്മാറുള്ളവരല്ലേ, ഞങ്ങളെ എണ്ണപ്പെട്ട അച്ഛൻ തരയപ്പെട്ടതായോ ഈ മനുഷ്യന്മാരുള്ളവരല്ലേ? ഇങ്ങനെ വിതുരൈത്ത് ഖിയാമത്ത് നാളില് അള്ളാഹുരൊട്ടിക്ക് ദൂർ ചൊല്ലക്കൊണ്ടു. അള്ളാഹുരൊട്ടിക്ക് ചിലർ റബ്ബന അള്ളാഹുവേ ഞങ്ങളെ റബ്ബേ അരിനല്ലദൈനി അദല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് നജഅലുഹുമാ തഹ്ത അഖ്ദാമിന. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാട്ടി തന്നൊരു ജിന്നാത്തിൽപ്പെട്ട് ഇൻസാനിൽ മനുഷ്യന്മാരിൽപ്പെട്ട് ഞങ്ങളെ തിരുത്തപ്പാട്ടി ആൾമാർ ആറുള്ളറ് അങ്ങനെ നീ ഞങ്ങൾക്ക് കാട്ടി തന്ന റബ്ബേ. നജഅലുഹുമാ ഞങ്ങൾ ആക്കിറ അങ്ങനെ രണ്ട് വിഭാഗക്കാരും തഹ്ത അഖ്ദാമിന ഞങ്ങളെ കാൽരടിയിട്ട് ചവിട്ടുന്ന ഞങ്ങ ലിയകൂന മിനൽ അസ്ഫലീൻ ഞങ്ങളെ കാണ തരത്താന്ന് പോട്ട് അങ്ങ ചെന്ത് അള്ളാഹുരൊട്ടിക്ക് ചൊല്ലതായോ ഇനൊരു ശിക്കായത്ത് ഞങ്ങളെ ദൂർ എന്തിനു ചെന്നിട്ടെങ്കിൽ അള്ളാഹുവെ ഞങ്ങളെ സാദാത്മാരോ ഞങ്ങളെ മഹാന്മാരോ ഞങ്ങളെ പണ്ഡിതന്മാരോ ഞങ്ങൾ അനുസരിച്ച അങ്ങനെ യഥാർത്ഥമായ മാർഗത്തിൽ നിന്ന് തിരുത്തപ്പാട്ടിയറ് അള്ളാഹുവെ അള്ളാഹുവെ ഞങ്ങൾക്ക് കിട്ടിയതായ ശിക്ഷയിൽ നിന്ന് ഡബിൾ ശിക്ഷ ഇരട്ടി ശിക്ഷ കൊടുത്തിരു ചെന്തു. ആ നാളില് ദ്വാർക്കരുതായോ അള്ളാഹുരൊട്ടിക്ക് അങ്ങ് കേൾക്കരുതായോ ഒരു സന്ദർഭത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെല്ലുന്നുണ്ട്. ഈ സമുദായ അഹ്ലുസുന്ന വൽ ജമാഅ ചെന്തു ചൊല്ലതായോ ഈ സമുദായത്തെ ഖുർആൻ സമ ഓതുക വിടില്ല. ഈ സമുദായത്തെ വ്യക്തിക്ക് ഫർദ് ഖുർആന്റെ ഭാഷ പഠിക്കുന്നത് ഓരോ ഫർദിന് മേലും വാജിബെത്തിക്കരുത്. ഓരോ മുസ്ലിം ഫർദിന് മേല് സദസ്യರ ಮೇಲೆ വാജിബെത്തിക്കരുത് ഖുർആന്റെ ഭാഷ പഠിക്കുന്നത്. ആ ഖുർആന്റെ ഭാഷ പഠിച്ച് ഖുർആന്റെ അർത്ഥാക്കണം. ഇല്ലെങ്കിൽ ഈ സമുദായത്തെ വ്യക്തിങ്ങ ഈ ഖുർആൻ കൊണ്ടുത്തു എപ്പ നല്ല ഇരാറ് ഖുർആൻ കേട്ടത് എപ്പ നല്ല ഇരാറ്. ഈ സമുദായത്തിക്ക് ബാൻമായതെന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ മനസ്സിലുള്ളതായോ സീക്ക് എന്തുണ്ടു ആ സീക്കറ് ശിഫ ആക്കരുതായോ ഒരു മരുന്ന് ഇറക്കി കൊടുത്തറ ആ മരുന്നോ ഈ സമുദായത്തങ്ങ അർത്ഥാക്കാമാറ് മനസ്സിലാക്കാമാറ് പോയോണ്ടുള്ളാറ് ഇത് എത്രത്തോളു ഞങ്ങളൊരു ദൗർഭാഗ്യ ചുന്തലത് ഞങ്ങളൊരു നസീബ് കേട് ചുന്തലത്. ഈ ഏത് സമുദായ ഖുർആൻ പിടിച്ചത് മുന്നോട്ട് പോയി ആ സമുദായ പ്രപഞ്ചത്തിൽ ഇടീ ദുനിയാവിലെ ഏറ്റവും ഉന്നതന്മാരായി തിന്നാറ് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. ആ കാലഘട്ടത്തിൽ സയൻസ് ഇല്ലാത്ത ഒരു കാലഘട്ട, വിജ്ഞാന എന്തിനും പിടിയില്ലാത്ത ഒരു കാലഘട്ട. ആ കാലഘട്ടത്തിൽ ഈ മുസ്ലിം സമുദായത്തെ നേതാക്കന്മാർ മഹാന്മാരായ സലഫുസ്വാലിഹീങ്ങ സമുദായ ഇടീ ദുനിയാവ് ചിമ്മലിക്കുമ്പോ ദുനിയാവ് ഇടീ ഡാർക്ക് ഏജിലിക്കുമ്പോ ആ സമുദായത്തെ ആ മുന്നോട്ട് കഴിഞ്ഞു പോയ ആൽമാറുണ്ടല്ലേ ആ ആൽമാർ ഏറ്റവും ഉന്നതന്മാരായി തിന്നാറ്. ശാസ്ത്രത്തിലും വിജ്ഞാനത്തിലും ഏറ്റവും ഉന്നതന്മാരായി തിന്നാറ്. എന്തുകൊണ്ട് സാധിച്ചത്? ഖുർആൻ പിടിച്ചു തിന്നാറ്. ഖുർആൻ പിടിച്ചു തിന്നാറ്. ഖുർആൻ പിടിച്ച കാരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എന്താക്കിയ ഏറ്റവും ഉന്നതന്മാരാക്കിയ എപ്പ ഈ സമുദായ ഖുർആന്റെ കൈവിട്ടു മാല മൗലൂദും കുത്തുബിയത്തും റാത്തി പോലല്ലേ ഇസ്ലാം പഠിപ്പാട്ടതായോ സിദ്ധാന്തത്തെ പെറോൽ പോയിത്തു അണ്ടത്തെ നാൾ മുതൽ മനുഷ്യന്മാർക്ക് അധപതനം സംഭവിച്ചിട്ട് മുസ്ലിമിങ്ങ വെറും ഏറ്റവും പെറോ ക്ലാസ് ആയി പോയറ് ഏറ്റവും ഹിന്ദുലിത വർഗമായി പോയറ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈവിട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാൾ വെച്ചിട്ട് ഒരു ബേജാർ ചൊല്ലു. وقال الرسول റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു യാ റബ്ബി ഏ നണ്ട റബ്ബേ ഇന്ന ഖൗമി നന്റെ ഈ സമുദായം ഉണ്ടല്ലേ ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ ഖുർആൻറോ അങ്ങ് കൈബുട്ടതാക്കി വിട്ടുവിട്ടാറ് ഖുർആന്റെ തെജ് അങ്ങ് വിട്ടുവിട്ടാറ്. അല്ലാഹുവിന്റെ മുന്നല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയലെ ബേജാർ ചൊല്ലതായ ഒരു സന്ദർഭത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലറ ഖുർആൻറോ യഥാർത്ഥ നിലക്ക് ഓതുക പഠിക്കാത്തങ്ങ ഖുർആന്റെ വിട്ടുവിട്ടങ്ങ ഖുർആന്റെ തർത്തീലോട് കൂടി പഠിക്കാത്തങ്ങ ഖുർആന്റെ വിട്ടുപുട്ടങ്ങ ഖുർആന്റെ അർത്ഥം പഠിക്കാത്തങ്ങ ഖുർആന്റെ വിട്ടുപുട്ടങ്ങ
ഖുർആൻ ರೋ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥാക്കിയത് പോലെ അർത്ഥാക്കത്തങ്ങ ഖുർആൻ റെ പുട്ടങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ ഖുർആൻ റെ എങ്ങനെ അർത്ഥാക്കിയത് അതുപോലെ അർത്ഥാക്കത്തങ്ങ ഖുർആൻ റെ പുട്ടങ്ങ. അപ്പൊ അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തെ ഈ മനുഷ്യന്മാരെ കാട്ടിട്ട് ഈ ഖൗമു നന്റെ ഖൗമല്ല, ഈ ഖൗമു ഖുർആൻ റെ പുട്ടങ്ങ ചന്തു ബേജാറാക്കിയതായോ ഒരു സന്ദർഭ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നെനപ്പാക്കി തണ്ട. അപ്പൊ ഈ സമുദായത്തെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തിന്റെ ഖുർആൻ പിടിക്കാത്ത കാരണത്തിൽ എത്ര നമുക്ക് അധപ്പതനം സംഭവിച്ചു പോയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേക്കുറാ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആന്റെ വിഷയത്തിൽ ഇങ്ങ ഉറ്റാലോചിക്കില്ലേ, ഖുർആന്റെ വിഷയത്തിൽ ഇങ്ങ ആഴമായിട്ട് ചിന്തിക്കില്ലേ, ഖുർആന്റെ വിഷയത്തിൽ ഇങ്ങ അതിന് യഥാർത്ഥമായി നിലക്ക് മനസ്സിലാക്കില്ലേ. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അല്ല അങ്ങനെ കൽബുക്കു അതിനെ ബീഗയിട്ട് ಬಿಡಲೈರ, ಅದಕ್ಕೆ ಬಂದಾಕಲೈರ, ಬೀಗಿಟ್ಟಿತ್ತು അതിനെ ബന്ധാക്കി ಬಿಡಲೈರ ചുന്തു അല്ലാഹു സുബ്ഹാനഹു തആല കേക്കറ. അപ്പൊ ഈ വിഷയത്തെ അർത്ഥാക്കത്തതായ മനുഷ്യന്മാർ അങ്ങനെ മനസ്സിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയതായോ ഷിഫ ആയോ ഈ ഖുർആൻ റോ അർത്ഥാക്കത്തിൽ നിന്ത് അങ്ങനെ മനസ്സിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൽബുക്കു ബീഗിട്ട് വിട്ടുതായോ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഖുർആന്റെ വിഷയത്തിൽ മനസ്സിലാക്കാത്ത സമുദായ എങ്ങനെ യശസ്സു പടയോ സാധ്യമുണ്ടു? അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ ഇറക്കിരമേ മനുഷ്യന്മാർ ഹയാത്തുല്ലങ്ങ കേട്ടിട്ട് അതിനെ മനസ്സിലാക്കിയത് അതിനെ പാലനാക്കണു, അതിനെ അനുസരിക്കണു ചുന്തിൽ ഉദ്ദേശിച്ചിക്കര് എങ്കില ഈ സമുദായത്തിക്ക് നെനപ്പാവർ എപ്പ ഖുർആൻറോ ആരെങ്കിലും ഒരാൾ മരിച്ചു താവണു, ആരെങ്കിലും ഒരാൾ മരിച്ചു മാത്രമേ ഖുർആൻ നെനപ്പാവർ. ആ മരിച്ചെങ്കിലും മുന്നുള്ള ഖുർആൻ ഓദിക്കപ്പോൾ അങ്ക് കേക്കിരി ചുന്തു വിശ്വസിപ്പാട്ട് അങ്ക് കേക്കിരി എന്തിനാ അപ്പൊ കേക്കിരെന്തേ സൂറ യാസീൻ ഓതുന്നത്. യാസീൻ എന്തുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്ന ലിയുൻസിറ മൻ കാന ഹയ്യൻ വയഹഖൽ ഖൗലു അൽ കാഫിരീൻ, ലിയുൻസിറ മൻ കാന ഹയ്യ, ഹയാത്തുല്ലങ്കി ഇത് താക്കീത് കൊടുക്കോ എത്തിക്കറി ഖുർആൻ. ഈ ഖുർആൻ ഹയാത്തുല്ലങ്കി. അപ്പൊ ആരും ഒന്നുള്ള ഓതുരേ ഈ സമുദായം. ആ മരിച്ചുപോയ ആൾക്ക് മിനി അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പസ് ഹയാത്തിട്ട് കൊടുക്കണ്ടേ ഈ സമുദായത്തെ എന്തിനാക്കുക, ഈ സമുദായത്തെ ആൾമാർ എന്തിനാക്കുക, അത് അനുഭവിക്കുന്നതായ കഷ്ടം എത്ര. അത് ഹയാത്ത് കാലത്തില് അതിക്ക് ഖുർആൻ എന്തും പിടിയാക്കില്ല. മരിച്ചുപോയാൽ പിന്നെ ആ ഖുർആൻ പഠിക്കാത്തതായോ ഒരു അവസ്ഥ അത് അനുഭവിക്കരുത്. എവിടുത്തോൾ ചെന്ന് ഖബറിൽ വെച്ചിട്ട് അത് അനുഭവിക്കരുത്, മയ്യത്ത് അനുഭവിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി ഇണ്ട്. എല്ലാ മോത്തിലും ഭ്രഷ്ടാചാരം അതുപോലെ, എല്ലാ മോത്തിലും അന്യായ അക്രമം ഉള്ളതുപോലെ ദീന് ഇസ്ലാമിന്റെ പേരിലും അന്യായ അക്രമ പഠിപ്പാട്ടിയതായോ ഒരു സന്ദർഭം നിങ്ങൾ ചെല്ലറ. ഖുർആൻ പഠിക്കുന്നതായോ ഒരു പരീക്ഷാ കാലത്തെ ഞങ്ങൾ എതിർച്ചുകൊണ്ടുള്ള നിരീക്ഷിച്ചുകൊണ്ടുള്ള ഞങ്ങൾക്ക് മരണത്തോട് കൊടുത്ത് ഞങ്ങൾ പരീക്ഷ എഴുതണം. മരിച്ചതാൽ പിന്നെ ഞങ്ങൾ പരീക്ഷ എഴുതുകൊള്ളേ റിസൾട്ട് പണ്ട് ആ റിസൾട്ടിനെ കാത്തോണ്ടുള്ള ഞങ്ങൾ. അപ്പൊ അതൊക്കെ പഠിക്കുന്നതായ കാലഘട്ടം ഇത് ഞങ്ങൾ ഹയാത്ര കാല. ഈ ഹയാത്ര കാലത്ത് ഞങ്ങൾ പഠിച്ചിട്ട് അതിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആൾമാരെ സംബന്ധിച്ചിടത്തോളം അങ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ വെച്ചിട്ട് അങ്ങോട്ടേക്ക് കേക്ക് പാടുற മലായിക്കത്ര കുട്ടിയെ മൻ റബ്ബുക, നിന്റെ റബ്ബ് ആര് ചൊന്ത് കേപ്പാടുற. അപ്പൊ അതിക്ക് ജവാബ് എന്തിരി? റബ്ബി അല്ലാഹ്, നിന്റെ റബ്ബ് അല്ലാഹു. ഇത് അതിൽ പിന്നെ നിന്റെ ദീൻ ഏത്? നിന്റെ ദീൻ ഇസ്ലാമു. അതേപോലെ നിന്റെ ഇമാം ഏത്? നിന്റെ ഇമാം ഷാഫിഈ. ഈ നാലാളൊരു ഇമാം മദ്ഹബിനെ പിടിച്ചെങ്കിൽ മാത്രമേ അവനു അഹ്ലുസുന്ന വൽ ജമാഅ. അവന്റെ മരണത്തോട് കൂടി അവന്റെ ഇമാം ബദലാവും. അവന്റെ മരണത്തോട് കൂടി അവന്റെ ഇമാം ഖുർആനാവും. ട്യൂഷൻ കൊടുത്തു കൊടുക്കുന്നതായോ ഉസ്താദ് ചൊന്തു കൊടുക്കേ, അതായത് തൽഖീൻ ചൊന്തു കൊടുക്കുന്നതായോ ഉസ്താദ് ചൊന്തു കൊടുക്കേ. എന്തിരെ അൽ ഖുർആനു ഇമാമി, ഖുർആൻ എത്തിക്കുന്ന എന്റെ ഇമാമു. അപ്പൊ ദുനിയാവിലുണ്ട് ഇമാം ഖുർആൻ എത്തില്ല. അവന്റെ ഖുർആൻ അവന്റെ ദുനിയാവിലുണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിക്ക് ಹೊಣೆಗಾರಲ್ಲ. അയാൾ ചെന്തില്ല നന്റെ നിങ്ങൾ ഇമാമായിട്ട് ഇടീ എല്ലാ ആൾമാർ നന്റെ സരിയും തപ്പുറ് നോക്കാമാർ നന്റെ ഇമാമായിട്ട് പിടിക്കൊരു ചൊന്തു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചെന്തില്ല. അയാളെ മേൽ കെട്ടിവെച്ചത്.
അപ്പൊ ദുനിയാവ് അങ്ങ് ഹയാത്തിലിരിക്കുമ്പോ ഇമാം എത്തിക്കുന്നത് ഖുർആൻ അല്ല, അത് ഇമാം ഷാഫി ഇല്ല ഇമാം അബു ഹനീഫ. ഇങ്ങനെ എത്തിക്കുന്ന സമുദായത്തെ ആൾമാർക്ക് പഠിപ്പാട്ടി. പിന്നെന്തരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടിക്കൊടുക്കുക, മലായികത്ത് കാട്ടിക്കൊടുക്കൂ ഈ മരിച്ച അവിടെ ഖബറിലുള്ള ആൾക്ക് എന്തിനെ കാട്ടി, ഈ വ്യക്തിയെ കുറിച്ചുണ്ടാ, ഈ മനുഷ്യരെ കുറിച്ചുണ്ടാ നിക്ക്. അപ്പൊ അവൻ ചൊല്ല, മുസ്ലിമായ ഒരു വ്യക്തി ചൊല്ല, യഥാർത്ഥമായി ദീനുൽ ഇസ്ലാം പോലെ ചെയ്യിച്ചതായ വ്യക്തി, അള്ളാഹുരെ ഖുർആൻ പഠിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകാരം ചെയ്യിച്ചതായ വ്യക്തി, ഇസ്ലാം ദീൻ എന്തിന പഠിപ്പാട്ട് അതിൽ യഥാർത്ഥ നിലക്ക് പാലിച്ചു പോയതായ വ്യക്തി ചൊല്ല, റബ്ബ് അള്ളാഹു നന്റെ റബ്ബ് ചൊന്തു സുലാഭത്തിലാണ് ചൊല്ല, നന്റെ ദീൻ ഇസ്ലാം ചൊന്തോന്ന് സുലാഭത്തിൽ ചൊല്ല, നന്റെ ഇമാം ഖുർആൻ ചൊന്തോന്ന് സുലാഭത്തിൽ ചൊല്ല. ഈ മനുഷ്യ ആറ് ചെന്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. അപ്പൊ ഈ മനുഷ്യരുടെ ജീവമാനത്തിൽ നോക്കാത്ത ഒരു വ്യക്തിയെ ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുർത്തപിടിക്കരുത്. അതാ മലായികത്തിന് കേൾക്കാറ്, നീ എങ്ങനെ മനസ്സിലാക്കിയ മനുഷ്യ, ഇത് ഈ മനുഷ്യ അള്ളാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ മനസ്സിലാക്കിയ, നിന്റെ റബ്ബ് അള്ളാഹു ചൊന്തു നീ എങ്ങനെ മനസ്സിലാക്കിയ, നിന്റെ കിതാബ് ഖുർആൻ, നിന്റെ ഇമാം ഖുർആൻ ചൊന്തു, നിന്റെ ദീൻ ഇസ്ലാം ചൊന്തു നീ എങ്ങനെ മനസ്സിലാക്കിയ. ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബായ ഖുർആൻ ഞാൻ ഓതിയ. എത്ര മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആറ് എന്തിനെ ചൊന്തു പിടിണ്ടു. ചമ്മ ആൾമാർക്ക്, ബഹുസംഖ്യ മുസ്ലിം സമുദായത്തെ ചമ്മ ആൾമാർക്ക് അല്ലാഹുരമ ഗുർത്തില്ല, അല്ലാഹുരമ ഗുർത്തില്ല. ഗുർത്തവരെങ്ങനെ ഖുർആൻറോ അങ്ങ് അർത്ഥം പഠിച്ചെങ്കിലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെന്തണ്ടതെന്തേ, ഹയാത്തുല്ലങ്ക് പഠിപ്പാട്ടി കൊടുക്കൂ ഈ ഖുർആൻറോ. മരിച്ചങ്ങളോട് ഓതരുത് ഖുർആൻക്ക് വിരുദ്ധമായി തെറ്റിക്ക് പ്രവർത്തിക്കരുത്. മരിച്ചങ്ങളോട് ഖുർആൻ ഓതരുത്, ഖുർആൻക്ക് വിരുദ്ധ തെറ്റിക്കരുത്. ഒരു മുനാഫിക്കായ ഒരാള് ഇല്ലെങ്കിൽ ഇസ്ലാം ദീന്റെ വിഷയത്തിൽ ഒരു ഗന്ധകാളി പിടിയില്ലാത്ത ഇസ്ലാമിന്റെ വേഷത്തിലുള്ളതായ ഒരു മനുഷ്യൻ, അവൻ്റെ ഒട്ടി കേൾക്കുമ്പോഴത്തേക്കു നിന്റെ റബ്ബ് ആറ് ചൊന്തുമ്പോ ചൊല്ലുമ്പോ അവൻ ചൊല്ലാ, എന്റെ റബ്ബ് നക്ക് പിടിയില്ല. ഒരു സാമാന്യ ഒരു വ്യക്തി, ഒരു ഞങ്ങളെ ബാരി ഭാഷ പിടിയില്ലാതാണ് ഒരു അമുസ്ലിമായ വ്യക്തി, അള്ളാഹുര വിഷയം കേട്ടാവിയായിരിക്കും. മരിച്ചു പോയ സത്യക്ക് അവനക്ക് അള്ളാഹുരൊട്ടി നിന്റെ റബ്ബ് ആറ് ചെന്നിട്ട് അവന് ചൊല്ലു ജവാബ് ചൊല്ലു തീരു ചൊന്തു വിശ്വസിച്ച പോലാവൂ സാധ്യമല്ല. ദുനിയാവിൽ ഒരു അള്ളാഹു നന്റെ റബ്ബു ചെന്ന് കാത് കൊടുത്ത് കേട്ടിട്ട് അവൻ എങ്ങനെ വെണിക്കട്ടെ, ഖുർആൻ പോലെ അവൻ ഇക്കണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി പോലെ സുന്നത്ത് പോലെ ഇക്കണ്ട, എങ്ങനെ അവനക്ക് അള്ളാഹുരെ അവിടെ മലായികത്ത് കേൾക്കുമ്പോൾ അവനക്ക് ജവാബ് ചൊല്ലു തീരു ചൊന്തു വിശ്വസിപ്പിച്ചുകൊണ്ടുള്ള ഈ സമുദായത്തെ മൊയിലാക്കന്മാർ അവന് ദീനുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യിച്ചിട്ടല്ല. അതായത് പഠിപ്പാട്ടിയറി മാല മൗലൂദിൽ പഠിപ്പാട്ടിയറി മൊയ്തീൻ ശേഖർ ഒരു മുരീദ് മരിച്ചു പോയപ്പ ആ മലായികത്ത് കേക്കറ് നിന്റെ റബ്ബാറ് നക്ക് റബ്ബാറിന്റെ പിടിയില്ല. അതേപോലെ സമുദായത്തെ വ്യക്തിക്ക് അതേപോലെ ഉത്തരം കിട്ടേ, അത് സംശയമേ ഇല്ല. ഖുർആൻ അനുസരിച്ച് ഇത് ചെയ്യിക്കാത്തോ അള്ളാഹുനെ കുറിച്ചില്ലാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മലായികത്ത് അങ്ങ് പ്രശ്നം ഇടുമ്പോ അങ്ങ് കേക്കറ് അങ്ങ് ചൊല്ലൂല, ഇതേ ഞങ്ങൾക്ക് പിടിയില്ല, അള്ളാഹു ആറിന്റെ കുറിച്ചില്ല. പിന്നെ നിന്റെ ദീനേത് ചൊന്ന് കേൾക്കുമ്പോ അവർക്ക് പിടിയില്ല, നക്ക് പിടിയില്ല ചൊല്ല. നിന്റെ ഇമാം ഏത് എന്തും പിടിയില്ല, ഈ മനുഷ്യർ അതും പിടിയില്ല, ഈ മനുഷ്യരെ കുറിച്ചില്ല നക്ക്. അപ്പൊ നക്ക് നിന്റെ ഷേഖ് ജീലാനി അല്ലാത്ത വേറെ എന്തും പിടിയില്ല ചൊന്തു ചൊല്ലതായ സന്ദർഭത്തിൽ ഇതൊരു ഒരു പ്രത്യേകമായ ഒരു അങ്ങനെ എക്സ്പീരിയൻസിൽ ഇല്ലാത്ത ഒരു ഉത്തര എത്തിക്കറ അങ്ങ് കേൾക്കരുത്. അപ്പൊ അങ്ങെന്താക്കിയത് ഇത് ഈ ഉത്തര സരിയല്ലല്ലേ ചൊന്തു അങ്ങെന്താക്കിയത് ദണ്ടു വൈത്തിത്താമത്തുക്കു നന്റെ ഷേഖ് മൊഹിയുദ്ദീൻ ചൊന്തു ആ മനുഷ്യ വിളിക്കുമ്പോഴത്തേക്കു നിങ്ങളെ ദണ്ട് കാണില്ല, നിങ്ങളെ ദണ്ട് കാണാണ്ടായിത്താമത്തുക്കു ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് പോവാ. ആൾക്ക് ഹൈറാനായി പോയത് അള്ളാഹുരൊട്ടിക്ക് പോയി ദൂർ ചൊല്ലുമ്പോഴത്തേക്കു നന്റെ നന്റെ ഒരു ഇഷ്ടദാസനായോ ഷേഖ് മൊഹിയുദ്ദീന്റെ പേര് കേൾക്കുമ്പോ എന്തുകൊണ്ട് നിങ്ങൾ വിട്ടുവിട്ടില്ല, അതാ അർശിന്റെ കീഴിൽ കിടന്നുകൊണ്ടുള്ള അവന്റെ കേൾക്കൂ, അവന്റെ അടുത്തിൽ സമാക്കൂ, അങ്ങനെ ദണ്ടെടുത്തോണ്ട് പോരു ചൊല്ലതായോ. അള്ളാഹുര അസഹായക്കത്തെ കൂടെ അള്ളാഹുര ഗുർത്തവേ ഇല്ല. ആ ഏഴാകാശത്തോ ഭൂമിയെ പടച്ചതായ റബ്ബ് സുബ്ഹാനഹു തആല ഗുർത്തയില്ല ഈ സമുദായത്തിക്ക്. ഇങ്ങനത്തെ അള്ളാഹുരെ ഗുർത്താക്കി കൊടുത്തത്. അപ്പൊ ഇവിടെ അള്ളാഹുരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിത്ത്
ഒരു മുനാഫിക്കായ വ്യക്തി, ഇസ്ലാം ദീൻ പഠിക്കാത്തതായ വ്യക്തി, അള്ളാഹുരെ ഗുർത്തില്ലാത്തതായ വ്യക്തി, അള്ളാഹുരെ നിന്റെ റബ്ബ് ആറ് അവൻ ചൊല്ற ഇല്ല എനക്ക് പിടില്ല, നിന്റെ ദീൻ ഏത് ചൊല്ലുമ്പോ അവനക്ക് പിടില്ല, നിന്റെ ഇമാം ആറ് ചൊന്തു കേൾക്കുമ്പോ, നിന്റെ ഇമാം ഏത് ചൊന്തു കേൾക്കുമ്പോ അവനക്ക് പിടില്ല, നിന്റെ ഈ മനുഷ്യരെ ഗുർത്തുണ്ടാ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടും അവൻ ചൊല്ற എനക്ക് ഗുർത്തില്ല. ആൾമാരെല്ലാവരും ഈ മനുഷ്യരെ മുഹമ്മദ് നബി ചൊന്നോണ്ടിന്നറ്, നാനും മുഹമ്മദ് നബി ചൊന്നോണ്ടിന്ന. അല്ലാഹു അക്ബർ. എന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുമായി ബന്ധമില്ല, നബി പഠിപ്പാട്ടിയുമായി ദീനുമായി ബന്ധമില്ല. എല്ലാ ബന്ധം എന്തേ അള്ളാഹുവിന്റെ ദീനില്ലാത്ത ഖുതുബിയത്തും റാത്തീബും മൗലീദും ഇങ്ങനത്തെ എല്ലാ നമുക്ക് അനാചാരത്തും മാത്രമേ ബന്ധമുള്ളേ. ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ഗുർത്ത എങ്ങനെക്കരേ, ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ദീൻ ഏതിന്റെ പിടിക്കരേ, ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഏത്, ഇമാം ഏത് ചൊന്ത് പിടിക്കരുത്. ഈ സമുദായത്തെ സംബന്ധിച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുർത്തില്ലാത്തതാവരുതേ സാധ്യതയുള്ളേ. അപ്പം സഹോദരന്മാരെ, അപ്പൊ ഈ ഖുർആൻ ഹയാത്തുല്ലെങ്കിൽ യഥാർത്ഥാക്കൃതായോ ബിസ്സൈത്തിക്ക്, കണ്ണിന്ത് കാണാത്തതായോ കണ്ണു പൊട്ടിയ ആൾമാർ, കാതിന്ത് കാത് പൊട്ടിയ ആൾമാർ, കാതിന്ത് കാത് പൊട്ടിയ ആൾമാർ, കൽബിന്ത് കൽബ് പൊട്ടിയ ആൾമാർ, അങ്ങനെ യഥാർത്ഥാക്കറി ഖുർആൻ. ഈ ഖുർആൻ ശിഫാഉൽ ലിമാ ഫി സുദൂർ, എല്ലാ നമുത്തുള്ളൂ ശിർക്കിൽ നിന്നും ഹൃദയത്തിൽ പണ്ടതായോ വിശ്വാസത്തിൽ പണ്ടതായോ ബെടക്ക് വിശ്വാസ, ശിർക്ക്, ബിദാത്ത്, കുഫ്ർ, നിഫാഖ്, അതേപോലെ ഹസദ്, നഞ്ചി, പക, പല നമുത്തുള്ളതായോ പല സീക്കുണ്ടല്ലേ ഹൃദയത്തിൽ പണ്ടതായോ കൽബുക്ക് പണ്ടതായ സീക്ക്. ശിഫാഉൽ ലിമാ ഫി സുദൂർ, ഹൃദയത്തിലുള്ളതായോ എല്ലാ സീക്കും ഇത് മറന്നൈത്തിക്കറ്, ഹൃദയത്തിലുള്ള എല്ലാ നമുത്തുള്ള സീക്കും ഇത് മന്ദത്തിക്കറ്. ഈ മറന്നരോ ഒനിപ്പാട്ടി വെച്ചറ് സമുദായത്തെ നേതാക്കന്മാര്, ഈ സമുദായത്തെ തിരുത്തപ്പാട്ടിയറ്. അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്ന ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഖിലൂൻ. അഖലുള്ള ആൾമാർക്ക് അഖ്ല് പ്രയോഗിക്കൂ, ബുദ്ധിയുള്ള ആൾമാർ ബുദ്ധി പ്രയോഗിക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ അറബി ഭാഷയിൽ ഇറക്കിയ, ഖുർആന്റെ അറബി ഭാഷയിൽ നിങ്ങൾ ഇറക്കിയ ചുന്ത അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുക. എന്തിരീ അറബി ഭാഷയുടെ പ്രത്യേകത? അറബി ഭാഷയുടെ പ്രത്യേകത എന്തിനെ ചൊന്നിട്ടെങ്കിൽ എല്ലാ ഭാഷക്കും ഒരു 100 വർഷമാ 200 വർഷമാ 300 വർഷമാ കലിയുമ്പത്തും ആ ഭാഷ പലേതായി പോണ്ടു, ആ ഭാഷ പലേതായി പോണ്ടു. പിന്നത്തെ സമുദായത്തിന്, പിന്നത്തെ ജനറേഷൻക്ക് അതിന് അർത്ഥാക്കൂ, പിന്നത്തെ തലമാർക്ക് അർത്ഥാക്കൂ, അത് കഷ്ടാവൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഖുർആൻ 1400 വർഷത്തെ മുന്നത്തെ ആൾമാർ എങ്ങനെ അർത്ഥാക്കിയോണ്ടിന്നറ്, എങ്ങനെ അങ്ങ് സുലാഭത്തിൽ അർത്ഥാക്കിയോണ്ടിന്നറ്. ആ സുലാഭത്തിൽ അർത്ഥാക്കിയത് പോലെ പിന്നെ പണ്ടതായ സമുദായത്തിനും തലമാർക്കും അർത്ഥാക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ സുലാഭാക്കിറ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഈ ഖുർആൻ നങ്ങ ബാരി സുലാഭാക്കിറ. ഇതിരെ ഉപദേശ ಪಡೆಯಕು, ഇതിരെ നസീഹത്ത് ഹാസിലാക്കൂ, ബാരി സുലാബാക്കിറ. ഫഹൽ മിൻ മുദ്ദ, ആരെങ്കിലും ഉള്ളറ ഇതിന്റെ നസീഹത്ത് സ്വീകരിക്കണോണു എന്ന രീതിക്കു ഈ സമുദായത്തെ ഉത്തര. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സുലാബാക്കിറ ചൊല്ലറ. സമുദായത്തെ പണ്ഡിതന്മാർ പുരോഹിതന്മാർ ചൊല്ലറ ഖുർആൻ പഠിക്കൂ, ബാരി സുലാബന്തു ഇല്ല. ഖുർആന്റെ ഒരു ഹർഫുക്ക് 7 അർത്ഥമുണ്ട് ചൊന്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറ നിങ്ങൾക്ക് ഖുർആൻ നിങ്ങൾ സുലാബാക്കി തന്നറ. ആരെ ഭാഷ നിങ്ങൾ എടുക്കണു, ആരെ പൽക്കത്ത് നിങ്ങൾ എടുക്കണു ചൊന്തു നിങ്ങൾ ആലോചനാക്കണു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആറുള്ളർ ഇതിരെ എടുക്കിറങ്ങ, ഇതിരെ സ്വീകരിക്കിറങ്ങ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിരെ 4 വട്ടം ചൊന്ന സൂറത്തുൽ ഖമറിൽ 4 വട്ടം ഇതിരെ ആവർത്തിച്ച് ചൊന്ന. വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആൻ സുലാബാക്കിറ മനുഷ്യന്മാരെ. ഈ ഖുർആൻ ഹുജ്ജത്തുൽ ലക ഔ അലൈക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി. ഒന്നാ ഖുർആൻ ഞങ്ങൾക്ക് ഞങ്ങളെ പറമൈത്ത് ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ശിഫാറസാക്കറ്, ഞങ്ങളെ പറമൈത്ത് ഖുർആൻ ശിഫാറസാക്കറ്. ഔ അലൈക, ഇല്ല നിങ്ങൾക്ക് വിരുദ്ധമൈത്ത് ഖുർആൻ ഞങ്ങൾക്ക് വിരുദ്ധമായിട്ട് ശിഫാറസാക്കറ് ചൊല്ലുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ വിരുദ്ധമായിട്ട് അല്ലാഹു സാക്ഷിയാവും. അല്ലാഹുവേ ഓണ് നന്റെ ആള്, അല്ലാഹുവേ ഓന്റെ നരകത്തെ ശിക്ഷയിൽ നിന്ന് നീ സലാമത്താക്കിര്, നന്റെ ശിഫാറസ് നീ കബൂലാക്കിര് ചുന്തു അല്ലാഹു റബ്ബുന്നുള്ളത് ചെല്ലു ചുന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ട്. ಇನ್ನೊಂದು ವಿಭಾಗಕ್ಕೆ ತங்களை ಕಾಟಿತ್ತು ಅಲ್ಲಾಹ್ವೇ ಓನ್ ಕುರಾನ್ ಆಳಲ್ಲ, ಓ ನಂಡ ಆಳಲ್ಲ, ನಂಡ ವಿರುದ್ಧ ತಿರಿഞ്ഞೋನು, ನಂಡ ಆಯತ್ರ ದುರ್ವ್ಯಾಖ್ಯಾನ ಹಾಕ್ಯೋನು, ನಂಡ ಆಯತ್ರ കേൾക്കുമ്പത്തുക്കു അതിരെ കാത് കൈവച്ചിട്ട് പോയോನು. ഞങ്ങൾക്ക് മുന്നൽ അഷ്റഫ്
അഷ്റഫ് ഭായി ചെന്നതുപോലെ ആ ഖുർആന്റെ ആയത്തായി ഓതിട്ട് വഖാല അല്ലദീന കഫറൂ കാഫിരിങ്ങ ചിലര് ഖുർആന്റെ മേൽ വിശ്വാസം ഇല്ലാത്തങ്ങ ചിലര് ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ ഈ ഖുർആൻക്ക് നിങ്ങൾ കാതു കൊടുത്ത് കേൾക്കണ്ട ഖുർആന്റെ വിഷയം നിങ്ങൾ കേൾക്കോ പോണ്ട വൽഗൗ ഫീഹി നിങ്ങൾ അതിന്റെ വിഷയം കേൾക്കുമ്പോൾ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കൂ ഒച്ചപ്പാടുണ്ടാക്കൂ ഖുർആൻ പഠിക്കുന്നതായ സദസ്യരെ നിങ്ങൾ അലങ്കോലപ്പെടുത്തൂ ഖുർആന്റെ പഠിക്കുന്നതായ ആൾമാർക്ക് നിങ്ങൾ ഉപദ്രാക്കൂ ഖുർആൻ പഠിക്കുന്നതായോ ഖുർആനും സുന്നത്ത് മനസ്സിലാക്കുന്നതായോ സമുദായത്തെ ആ വ്യക്തികളെ അവിടെ പോവാത്ത പോലാക്കൂ അങ്ങനെ തടയോറൂ അങ്ക് ഉപദ്രാക്കൂ രായത്തിൽ ബഹിഷ്കാരം കൊടുക്കൂ അങ്ക് അങ്ങനെ ചെങ്ങായിപ്പാർ വിടറൂ അങ്ക് സലാം ചൊല്ലണ്ട അങ്ങനെ മങ്ങിലത്തേക്ക് പോകണ്ട അങ്ങനെ അങ്ങനെ പെൺമക്കളെ മങ്ങിലാവണ്ട അങ്ങനെ ആൺമക്കളെ നിങ്ങൾ മങ്ങിലാക്കി കൊടുക്കണം നിങ്ങളെ പെൺമക്കൾക്ക് ഇങ്ങനെ സമുദായത്തെ ബഹിഷ്കാരാക്കുന്നതായോ ഒരു സ്വഭാവ അത് ആരിൽ നിന്ന് വന്നത് മുന്നൽ കഴിഞ്ഞു പോയതായോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഇരുന്നതായോ അതേ വ്യക്തികളോ എടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു അതേ സ്വഭാവത്തെ നിങ്ങൾ എടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിരുന്നു അങ്ങനെ നിങ്ങൾ ചാണകത്തിന് അനുസരിക്കുവാറ് ഫീറ്റ് അനുസരിക്കുവാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിരുന്നു അതേപോലെ ഖുർആൻ ഇപ്പൊ ചൊല്ലുന്നത് ഞങ്ങൾ ഖുർആൻ ഓതില്ലേ ഞങ്ങൾ ഖുർആന്റെ സദസ്സിൽ നിങ്ങൾക്ക് അങ്ങനല്ല അങ്ങ് ഇതാക്കുവാറ് ആൾമാരെ ആവേശപരമായിട്ട് വേണ്ടി സ്പീച്ച് ആക്കരുത് നോക്കൂ ഞങ്ങളെ വലുതാ ഇത് ആ കാഫിരിക്ക് വന്നതായ ആയത്ത് ഈ ആയത്തിനെ ഞങ്ങളെ പോലത്തെ അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഞങ്ങളെ മേലെ ഇങ്ങ പ്രയോഗിച്ചറല്ലേ ഇങ്ങ ഞങ്ങളെ കാഫിരിങ്ങാക്കിയല്ലേ ചൊന്ത് ആര് ചൊല്ലറ വേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് വെച്ച് തിന്നണ്ടെങ്കിൽ ഈ സ്വഭാവ സമുദായത്തിന് പിന്നെ വേണ്ടതായ സമുദായത്തിന് ഈ സ്വഭാവ ബണ്ട് ആ സ്വഭാവ ബണ്ടതിനെ കാണാ അതിനെ വിശദ ജാഗ്രതയാക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഖിയാമത്ത് നാൾ തോൽ ഖുർആനിൽ വെച്ചിരേ ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മക്കത്തെ മുശ്രിക്കിനക്ക് വന്ന ആയത്ത് ഈ ആയത്ത് വേണ്ട ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കലാന്ത ഇല്ല ഈ ആയത്ത് വെച്ചിരമേ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ നിങ്ങൾക്ക് എന്തുവാറ് അതായത് ഏതെങ്കിലും ഒരു സദസ്സ് വെച്ചിട്ട് സലഫിരങ്ങ പോയിട്ട് സുന്നിരങ്ങ നടപ്പാട്ട ഏതെങ്കിലും സദസ്സരെ അലങ്കോലപ്പെടുത്തി ചരിത്രത്തിലൂടെ കണ്ടിട്ടില്ല കേട്ടിട്ടിക്കല എവിടെ ഏത് സദസ്സ് ഏത് വാദപ്രതിവാദാമത്തും അലങ്കോലപ്പെടുത്തിയത് ഏത് മുഖാമുഖിയാമത്തും അലങ്കോലപ്പെടുത്തത് ആര് സലഫിരങ്ങ നടപ്പാട്ടതായ വാദപ്രതിവാദാമത്തും അവിടെ അലങ്കോലപ്പെടുത്തത് CD വേണ നിങ്ങൾ നോക്കൂ അതേപോലെ മുഖാമുഖിയും സലഫിരങ്ങ നടപ്പാട്ടതായ മുഖാമുഖിൽ അതിനെ അലങ്കോലപ്പെടുത്തരെ അടി ഇത്ര ഞങ്ങൾ മുട്ടുമുട്ടത്തിൽ പ്രദേശത്തിൽ കൂടെ അടിയായതും ഞങ്ങളെ മുസ്ലിം സലഫി ആലിമിക്ക് അടിച്ചതും എപ്പോഴും റിപ്പോർട്ട് ആയിട്ടുണ്ട് എന്തിനാ ഇത് ഉദ്ദേശം അഹ്ലുസുന്ന വൽ ജമാഅത്ത് ചൊന്തുള്ള ഒരു വിശ്വാസക്കാർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പ്രൂഫ് ഉണ്ട് ചൊന്തു ഒരാൾ ചൊല്ല് ഞങ്ങളൊട്ട് ഖുർആന്റെ പ്രൂഫ് ഞങ്ങളെ പറമത്ത് സുന്നത്തിലെ പ്രൂഫ് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രൂഫ് ഉണ്ട് ആ ഇമാമിങ്ങളെ പ്രൂഫ് ഉണ്ട് താവേ നല്ലതായോ കഴിഞ്ഞു പോയതായ സലഫ് സ്വാലിഹികളെ പ്രൂഫ് ഞങ്ങൾക്ക് കൊണ്ട് ചൊല്ലുന്ന ആൾമാരെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല അക്രമാക്കൃതായ ഒരു അഗത്യമില്ല ഊടെ ഈ ഭാരത മണ്ണ് ചൊന്നുണ്ടെങ്കിൽ ഊടെ ആർക്കുമേലും അവനവൻ വിശ്വസിക്കുന്നതായോ വിശ്വാസത്തോ അവർക്ക് പ്രചരിപ്പിക്കാം അതിക്ക് ആർക്കും തടുക്കുന്നതായ അധികാരമില്ല ഇവിടെ ബഹുസംഖ്യാത്ത ഞങ്ങൾ ഉള്ള ചൊന്ന കാരണത്തിൽ സമുദായത്തെ ആൾമാർക്ക് ഹക്ര വിഷ കേൾക്കാത്ത പോലാക്കരുത് ഇത് ആരെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നതായോ ആ നബിയുടെ കാലത്ത് നിന്ന് ആ മനുഷ്യന്മാരുടെ സ്വഭാവമല്ലേ അപ്പൊ അതേ ചൊന്ന് നിങ്ങൾ ഖുർആന്റെ വിഷയം കേൾക്കണ്ട ചൊല്ലുന്നത് കേൾക്കട്ട് സമുദായത്തെ കേൾക്കട്ട് എല്ലാ ആൾമാരും കേൾക്കട്ട് ബറു എല്ലാ ആൾമാരും ഈ ദീനുൽ ഇസ്ലാമിന്റെ വിഷയത്തെ യഥാർത്ഥമായി നിലക്ക് മനസ്സിലാക്കട്ടെ ആ മനസ്സിലാക്കിയതുപോലെ അങ്ക് പേനെ സ്വീകരിക്കട്ടെ പോകണ്ട കേൾക്കണ്ട അങ്ങോട്ട് മുണ്ടണ്ട അങ്ങനെ ചെങ്ങായിപ്പാട് കൂടണ്ട ചൊല്ലുന്നത് ആരെ സ്വഭാവം അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ഈ ഖുർആൻ ആരല്ല പഠിച്ചാറ് ആ ഖുർആൻ അങ്ങനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നേരായ മാർഗത്തിൽ കൂട്ടിയും പോണ്ടു ഇന്ന ഹാദൽ ഖുർആൻ ഈ ഖുർആൻ ഉണ്ടല്ലേ യഹ്ദി ലില്ലതി ഹിയ അഖ്വം ഏറ്റവും നേരായതായ മാർഗത്തിക്ക് മുസ്തഖീമായ തീരുക്ക് കൂട്ടിയും പോണ്ടു മുഅ്മിനീൻക്ക് ഇത് ബശാറത്ത് കൊടുക്കുറു സന്തോഷ വാർത്ത കൊടുക്കുറു നല്ല ശുദ്ധി കൊടുക്കുറു എന്നേ അന്നലഹും അജ്റൻ കബീറാ അൻക മഹാ പ്രതിഫല ബിച്ചിറാ ചുന്തുലത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറാ ഈ ഖുർആൻ അൻക ശുഭവാർത്ത കൊടുക്കുറു നല്ല ശുദ്ധി കൊടുക്കുറു അപ്പൊ ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതായ മാർഗത്തിൽ കുട്ടിയുമുണ്ട്
ഏറ്റവും അക്രമായതില്ല. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ആചാരം അവനെടുക്കും, ഏത് ഇസ്ലാം പഠിപ്പാട്ട് ഏത് ആചാരം ഏതെങ്കിലും അന്യ സമുദായത്തെ കോപ്പി അടിച്ചതല്ല. നിസ്കാര അന്യ സമുദായത്തിലോടുണ്ട്. നിസ്കാരം നോമ്പു അന്യ സമുദായത്തിൽ ഇസ്ലാം ഞങ്ങൾ മുസ്ലിം ഇങ്ങനെ അനുഷ്ഠിക്കുന്നതായ നോമ്പ് പോലത്തെ നോമ്പു അന്യ സമുദായത്തോടുണ്ട്. ഈ സമുദായത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതായി ഒരു വസ്തു അന്യ സമുദായത്തിൽ കോപ്പി അടിച്ചതല്ല. ഈ ഉള്ളതിൻ്റെ അത് ഇസ്ലാമിന്റെ പേരിൽ ബേരങ്ങ കുമന്നത് അന്യ സമുദായത്തിൽ. ഉദാഹരണക്ക് ഇന്റെ ഞങ്ങളുടെ സമുദായത്തിലുള്ളതായി എത്ര അനാചാരമുണ്ട്. ഉറൂസ് ഞങ്ങളുടെ സമുദായത്തിലല്ല. ഉറൂസ് ഞങ്ങളുടെ സമുദായത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത്, സഹാബിമാർ പഠിപ്പാട്ടത്, അങ്ങത്ര ഖൈർ ചൊന്തും ഈ വിചാരിക്കാത്തത്. അപ്പൊ ഇതാരിൽ നിന്ന് അന്യ സമുദായത്തിൽ കടഎടുത്തത്. അതേപോലെ ഈ കുത്തുബിയത്തും റാത്തിബും മാല മൗലൂദ് പോലത്തെ പലേന മുൻതുള്ളതായോ വിശ്വാസം അഖീദും വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണക്ക് ഈ ഒരു മാലരെ ഒരു ഷേഖ്, ആ ഷേഖ് ഏറ്റവും വലിയ ഹീറോ, അതിലെ അപ്പുറത്തെ ഷേഖറെ കാണാൻ ഈ ഷേഖ് വലിയ ആള്. ആ മൗലൂദിലും ആ മാലല് ഈ ഷേഖ് ചെറിയാള്, അതിൽ ഷേഖ് അതിലെ ഏറ്റവും വലിയ ആള്. അപ്പൊ ഇതെന്തേ അന്യ സമുദായത്തിൽ ഓരോ അങ്ങനെ ആരാധ്യന്മാരെ അങ്ങ് എത്ര പുകൽ പാടിയാണ്. ആ പുകൽ പാടി തെറ്റിക്കാൻ അങ്ങ് ആരാധ്യന്മാരായത്. ഒരു ആരാധ്യക്കുള്ളതായോ ഒരു ആരാധ്യരെ പുകൽ പാടുന്നത് ഇന്നൊരു ഇതില് എന്തില്ല, പിന്നെ ആ ആരാധ്യ ശരിയാകും. അപ്പൊ ആ സമുദായത്തെ കടഎടുത്തത് എത്തിക്കരുത്, അന്യ സമുദായത്തെ കടഎടുത്തത് ഈ സമുദായത്തെ കാപ്പി പോകുന്നത്. അപ്പൊ ഇവിടെ എന്തിരിച്ചെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ദീനുൽ ഇസ്ലാമുൽ എന്തിനു നമുക്ക് തന്നറ അത് ഏതും കോപ്പി അടിച്ചതല്ല. അപ്പൊ അതേപോലെ എന്തിരിച്ചത് ഈ സമുദായത്തിൽ ഉള്ളതായോ എല്ലാ നമ്മത്തിൽ സമസമാരംഭിക്കട്ട്, എല്ലാ നമ്മത്തിൽ സഭ സമാരംഭ, ആ സമയ സമാരംഭത്തിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടത് ഭാരി ബെരലണിക്ക് കൂടിക്കല്ല. ബെരലിൽ അത്ര കണക്കുറുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. സമുദായത്തെ ആൾമാർ ആരും ഫ്രീ ഇല്ല. എല്ലാ ആൾമാരും ആ ആചാരം ഈ അനാചാര ആക്കിക്കൊണ്ടുള്ള എല്ലാം അന്യ സമുദായത്തെ കടടുത്തത്. നോക്കറു ഇന്ന് മുസ്ലിം സമുദായത്തിൽ തിരിഞ്ഞ് അങ്ങനെ മുതി നോക്കട്ട്, അങ്ങനെ തിരിഞ്ഞു നോക്കട്ട്, അങ്ങനെ ആക്കിക്കൊണ്ടുള്ളതായ അനാചാര എന്തിരിച്ചുള്ളത് അങ്ങ് തിരിഞ്ഞു നോക്കട്ട്. ഏതെല്ലാം അന്യ സമുദായത്തിലുണ്ടോ അത് യഥാർത്ഥത്തിൽ ഇസ്ലാം വിലക്കരുത് എത്തിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആര് ഏതെങ്കിലും സമുദായത്തൊട്ടിക്ക് അനുകരണാക്കിയാണ്, ഏതെങ്കിലും സമുദായത്തെ അനുകരണാക്കിയാണ് അതേ കൂട്ടത്തിൽ എത്തിക്കര് എണ്ണപ്പെടുന്നത്. അങ്ങനെ മഹ്ശറ അങ്ങ് ഒരുമിച്ച് കൂട്ടുന്നത്, അങ്ങനെ കൂട്ടത്തിൽ എത്തിക്കര് ചിന്തലത്. നോക്കൂ, ഇപ്പൊ ഇത് ഈ ഒരു ഇങ്ങനത്തെ പ്രോഗ്രാം ആവുന്നത് സമുദായത്തെ സംബന്ധിച്ചൊരു റഹ്മത്തെത്തിക്കര്. ഈ ഹക്ക് കേൾക്കാത്ത ആൾമാർ ഇതിനെ കേട്ടിട്ട് മനസ്സിലാക്കണം, അങ്ങനെ അകക്കണ്ണ് ഓപ്പൺ ആവണം, അങ്ങനെ കാത് ഓപ്പൺ ആവണം. ചുന്തിലെ ഉദ്ദേശത്തിൽ എത്തിക്കര് ഇതിരെ സലഫി സഹോദരന്മാർ ഇങ്ങനത്തെ പ്രോഗ്രാം വെച്ചു. അപ്പൊ ഇത് നോക്കൂ, ഞങ്ങളെ മുശ്രിക്കന്മാരാക്കിയാറ്, ഞങ്ങളെ കാഫിരിങ് ആക്കിയാറ് ചൊല്ലതായോ ഒരു സ്വഭാവ, ഒരു ആവേശത്തെ പൽക്കതെ, ഒരു അകത്യവും ഇല്ല. യഥാർത്ഥത്തിൽ ബാൻമായ ഹക്ക് ചൊന്തു പോണു. ഹക്ക് എന്തിനെ ചൊന്തു മനുഷ്യ സമുദായത്തിൽ പിടിയാക്കി പോണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളതായ വ്യക്തികളെ സ്വഭാവം ഉണ്ട് തനിക്ക് ഉണ്ടുണ്ടായി. ആ സ്വഭാവത്തെ ബുഡ്രല്ലാമാർ ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെ മുശ്രിക്കന്മാർക്ക് ഞങ്ങളെ ഹോലിക്കാക്കി ചൊല്ലത് അർത്ഥമില്ല. മനുഷ്യന്മാരെ അജാലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു, നിങ്ങൾ തുഫ്ലിഹു, നിങ്ങൾ യശസ്സു പടയുവാർ. മുസ്ലിം സമുദായ യശസ്സിലുണ്ടാ? മുസ്ലിം സമുദായ യശസ്സിലില്ല. ഏറ്റവും ഹിന്ദുലിത വർഗ മുസ്ലിം സമുദായം. ഒരു കാലഘട്ട കഴിയുമ്പോൾ എല്ലാവർക്കാണ് മുന്തിന്നതായ വർഗ അത് മുസ്ലിം സമുദായം. ഇതിന്റെ ഏറ്റവും പിറവുണ്ട്. കാരണം എന്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നില്ല. ഇല്ല ആ ഒരു യഥാർത്ഥമായ സിദ്ധാന്ത, ആ ഒരു ആശയ ഇല്ല ചൊല്ലുന്ന സമുദായത്തിൽ ഇല്ല. ഇല്ലാത്ത കാരണത്തിൽ തുഫ്ലിഹു ചൊല്ലുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ഇവിടെ ഈടേരിക്കത്തില്ല. തംലികുൽ അറബ വൽ അജം, നിങ്ങളെ എല്ലാ അറബികളും അജമിമാരും അറബി ഭാഷ വൽക്കോറങ്ങ അനറബിമാരും എല്ലാ ആൾമാരും നിങ്ങൾ അണ്ടറിൽ വരുവാറ്. എന്തിനു പേന്മയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ അബൂജഹൽക്ക് അവൻക്ക് തടിലി ഏരിത്ത് അവൻ പെടച്ചോണ്ടിന്ന അബൂജഹൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ ഞങ്ങൾ ഇത്ര ഇലാഹുണ്ടു, നിങ്ങളൊട്ടിಗೆಲ್ಲ സഹായിക്കേ വേണ്ട, ഒരേ ഒരു അള്ളാഹ് ഒരൊട്ടിಗೆ മാത്രമേ സഹായിക്കൊണ്ട് ചൊന്തു അവൻ പെടച്ച. അത് അങ്ങ് ചെന്നറി അവിടെ അണ്ടത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ മുശ്രിക്കന്മാർ ചെന്നറി ഇത്ര ഒരു ഇലാഹ് ഒരേ ഒരു ഇലാഹക്ക. ഇത് എന്തൊരു വിചിത്രമായ വിഷയ ചൊന്തത്. അപ്പൊ ഞങ്ങളെ മനുഷ്യന്മാർ കേൾക്കേ
മൊയ്തീൻ ഷേഖ് കേൾക്കണ്ടേ, റിഫായ് ഷേഖിനോട് കേൾക്കണ്ടേ, ബദ്രിങ്ങളൊട്ടിಗೆ കേൾക്കണ്ടേ, അങ്ങനെ ഈ ഷേഖുമാരെല്ലാം കേൾക്കണ്ടേ? അള്ളാഹുരുടെ മാത്രം കേൾക്കണമാ? കേൾക്കില്ലേ സമുദായത്തെ മനുഷ്യന്മാർ? കേൾക്കില്ലേ? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് എന്തർത്ഥം മനുഷ്യന്മാരെ? ഇപ്പൊ ഉദാഹരണക്ക് അള്ളാഹു ഇലാഹ അല്ലേ, അള്ളാഹു ഇലാഹ അല്ലേ, അള്ളാഹു ഇലാഹ ഉണ്ടായെങ്കിൽ എല്ലാ നമ്മത്തില്ലേ ഭയപ്പാട് അവന്റെ വിഷയത്തിൽ മാത്രം പേടിക്കണം. പേടിക്കരുതായോ യഥാർത്ഥമായ ഒരു ആരാധ്യ അത് അള്ളാഹു മാത്രം. അഗോചരമായിട്ടും ഗോചരമായിട്ടും പേടിക്കുള്ളത് അള്ളാഹുറെ മാത്രമേ അല്ലേ? ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെടുന്നതായോ വ്യക്തിഗമേ ആര് യഥാർത്ഥമായോ അള്ളാഹുറെ ഭയപ്പെടുക മാത്രമേ അവന്റെ ഇലാഹു ചൊല്ല് പരിഗണിച്ചങ്ങ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് കേൾക്കുമ്പോൾ വല്ലാഹി അള്ളാഹിനെ കുറിച്ച് എത്ര ആൾക്കാർ ചൊല്ലില്ല. ഞങ്ങൾ അഹ്ലുസ് സുന്ന വൽ ജമാഅത്ത് ചൊല്ലുന്നു കോളർ മേലാക്കരുതായ മനുഷ്യന്മാർ അള്ളാഹിനെ കുറിച്ച് എത്ര ആൾക്കാർ ചൊല്ലില്ല. ഏതെങ്കിലും ഒരു ഷേഖിന്റെ പേര് വെച്ചിട്ട് മദൻ തങ്ങളുടെ പേര് വെച്ചിട്ട് ഒരു കളവ് ചൊല്ലിട്ട് പോലെ അയാൾ ആണിട്ട് കളവ് ചൊല്ലിട്ടുള്ള ചെല്ലല്ല. അങ്ങനെ ആരെങ്കിലും അഗോചരമായിട്ട് ഭയപ്പെട്ടാറുണ്ടായെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു മനുഷ്യരോ അഗോചരമായിട്ട് ഭയപ്പെട്ടാറ്, അങ്ങനെ ആ വ്യക്തിയെ ഭയപ്പെട്ടത് ആ വ്യക്തി എങ്ങനെ ഇലാഹ ബായ കൊണ്ട് മദനി തങ്ങ എന്റെ ഇലാഹ ചൊല്ലണ്ട. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലறதுக்கு അർത്ഥമില്ലാണ്ട വ്യക്തി അള്ളാഹു അല്ലാഹ് തങ്ങളുടെ പേരിൽ ആണിടക്ക് പേടിக்கிறதா ഈ സമുദായം? അള്ളാഹുടെ പേരിൽ എത്ര പേര് ആണിടാറ്, എത്ര പേര് കളവും ചൊല്ലാറ്, എങ്ങനത്തെ ബിസിനസ് കൂടെ ആക്കുന്നത് അള്ളാഹു വല്ലാഹി ഇട്ടത് അള്ളാഹുറാണ് ഇട്ടത്. കാരണം അള്ളാഹു ഇങ്ങനെ ഇലാഹല്ലേ, ഇലാഹ് ചൊന്നാൽ പിന്നെ അള്ളാഹുടെ പേരിട്ട് പേടിക്കണം. ഇലാഹുണ്ട് അങ്ങ ഇലാഹ് അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖ് ഇലാഹല്ല, റിഫായ് ഷേഖ് ഇലാഹല്ല, മദനി തങ്ങ ഇലാഹല്ല ഉണ്ടായെങ്കിൽ അങ്ങനെ പേരിടുമ്പോൾ ഒരു പേടിയും പേടിക്കുകയില്ല. കാരണം അഗോചരമായിട്ട് ഭയപ്പെടക്കൂ. അലിഹ ചെന്നതിന് അർത്ഥമേ അതർത്ഥ അലിഹ ഭയപ്പെട്ടാൻ അതിൽ നിന്ന് ആ ധാത്തിൽ നിന്ന് ഉദ്ഭവിച്ച ഇലാഹ് ചൊല്ലിൽ അർത്ഥ ഇലാഹ് ചൊല്ലിലെ പദ ഉദ്ഭവം അവർ. അപ്പൊ ഇലാഹ് ചൊല്ലുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ. ആ വിശ്വാസം ഉള്ളങ്ങ ദർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിവെക്ക് വരാം മനുഷ്യന്മാരെ. ദർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധം അവിടെ സംഭവിച്ചുകൊണ്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കാത്ത എന്തുകൊണ്ട് മനസ്സിലാക്കാത്ത ഈ സമുദായത്തെ ആൾമാർ ഇതിൽ നിന്ന് ഈ ഖുർആനിൽ നിന്ന് ആൾമാരെ ദൂരാക്കി വെച്ചാറ്. ആ ഖുർആനിൽ നിന്ന് ദൂരാക്കി വെച്ച് മാത്രമേ എന്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് തന്നതായ ഒരു വിഷയം എന്തോ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പുരോഹിതന്മാരിലും പണ്ഡിതന്മാരില് യാരത്തെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും അതിൽ യാരെ മനുഷ്യന്മാരെ സമ്പത്തോ അന്യായമായി കബലിച്ചുകൊണ്ടുള്ളവര് വയസുദ്ദുന അതിന്റെ പരിണാമം എന്തിനെ സംഭവിക്കരേ? അതിന്റെ പരിണാമം ഇത് വയസുദ്ദുന അൻ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടക്കറേ, അള്ളാഹുവിന്റെ ദീന യഥാർത്ഥമായ ദീനിൽ നിന്ന് തടക്കരുത്. ഇന്റെ ഒരു ഏതെങ്കിലും മനുഷ്യന്മാർ മനസ്സിലാക്കും ഒരു മൗലൂദ റാത്തീബ അങ്ങനത്തെ എന്തും അനാചാര ഇല്ലാത്തതായോ ഒരു അൽഹംദുലില്ലാഹ് അള്ളാഹുടെ ശുക്രു അള്ളാഹുക്ക് എത്ര ശുക്ർ ചെയ്യുമയാല അങ്ങനത്തെ ശുദ്ധമായ ഒരു സമുദായത്തിൽ സലഫി സമുദായം മൗലൂദ് റാത്തീബാക്കേണ്ട എന്ത് കാശ് കിട്ടില്ല മനുഷ്യന്മാരെ. എത്ര ആൾമാർ ഈ മൗലൂദ് റാത്തീബാക്കേണ്ടി ഞങ്ങൾ വിട്ടുതല്ല വന്നത്. ഇതെല്ലാം ആകാശത്തിൽ നിന്ന് തെളിഞ്ഞു വന്നങ്ങമ്മ. ഈ മനുഷ്യന്മാർ ഭൂമിയിൽ നിന്ന് പൊട്ടി വന്നങ്ങമ്മ. ഈ ഇതിക്ക് മുന്നുള്ളതായ ആ ആശയത്തെ തപ്പു ചെന്ന് കണ്ടെത്താകുമ്പോ വിട്ടു അത് വിട്ടുത്താകുമ്പോഴത്തേക്കും യഥാർത്ഥമായി ലാഭം ഏത്? മൗലൂദ് പോയിന്റ് ചോറ് കിട്ടില്ല, കനിഷ്ഠ പക്ഷെ ചോറാൻ കിട്ടില്ലേ, എത്ര അനാചാരനോട് തിന്നുകാൻ കിട്ടില്ലേ. അപ്പൊ ഈ തിന്നു കിട്ടുന്നതിന് വിട്ടുപണ്ടതിന്റെ പിരാന്തല്ലേ മൗലൂദ് റാത്തീബാക്കിയോണ്ട് ഇക്കത്തിരല്ലേ. എത്ര മൊയിലാക്കന്മാർ ഇസ്ലാം ഈ തൗഹീദ് മനസ്സിലാക്കി വന്നത്. അങ്ക് ഒരു യാസീനോദിന്റെ എതിരെ ഇപ്പൊ ചുരുങ്ങിയത് 500 രൂപ കൊടുക്കില്ലേ ഒരു യാസീനോദി ഇല്ലേ? ഈ കാസ് വിട്ടത് മൊയിലാക്കന്മാർ എത്ര മനുഷ്യന്മാർ തൗഹീദ് മനസ്സിലാക്കി വന്നത്. പിരാന്തെല്ലാം കങ്ക് അതിലേക്കത്തില്ലേ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന പുരോഹിതന്മാരിൽ പണ്ഡിതന്മാരിൽ യാറത്തെ ആൾമാരെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കാറ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അങ്ങ് തടുക്കാറ്. അതിൽ പിന്നത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിരെ സഹബും വൽ ഫിദ്ദത്ത് ബംഗാറും വെള്ളിരും കൻസാക്കി വെക്കാറ്, നിധിയാക്കി വെക്കാറ്, കൂട്ടി വെക്കാറ്. തങ്ങന്മാർ ഔത്ത് പോയി നോക്കൂ, നിങ്ങൾ എത്ര സമ്പത്തിക്കും അലൗത്ത് തങ്ങന്മാർ ഔത്ത് പോയി നോക്കൂ. അങ്ങനത്തെ ഒരു മൗലൂദ് റാത്തീബ് ആവില്ല. അങ്ങ് വേറെങ്ങളോട് വ്യക്തി മൗലൂദ് റാത്തീബ് ആക്കട്ടെ. അങ്ക് ഇവിടെ ഉണ്ട് ഇത് കാസാക്കുന്ന ബുദ്ധി മാത്രമാണ് അങ്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇല്ലേണ്ട ഞങ്ങളൊത്താക്കാത്തത്. അപ്പൊ ഇവിടെ കൻസ് പൈസത്തെ നോക്കൂ, പൈസത്തെ ചൊരി ആരൊട്ടിക്കില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന
ಹಿಂಗ ಕನಸಾಕಿ ಬೆಚ್ಚದು ಆಲ್ಮಾರು ಡೋಂಗಿ ಹಾಕಿದ್ದು ಪೈಸಾ ಹಾಕಿ ಬೆಚ್ಚದಾಯೋ ಈ ಪೈಸತೋ ಈ ಸೊತ್ತುರೋ ಈ ಸಂಪತ್ತರೋ ಚೂಡಾಕಿದ್ದ ಆಗಲ ನೆತ್ತಿಲು ಆಗಲ ನೆಂಜಿಲು ಮುದುಲು ಬೇಕೋಗುಂಡು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ಚೊಲ್ರೋ ನಿಂಗೆ ಎಂದ್ರೆ ಅನುಭವಿച്ചു ಎಂದ್ರೆಲ್ಲ ಕನಸಾಕಿ ಬೆಚ್ಚಿನಾರು ಎಂದ್ರೆಲ್ಲ ಒರ್ಮಿಚ್ಚು ಕುಟ್ಟಿಕೊಂಡು ಬೆಚ್ಚಿನಾರು ಆಲ್ಮಾರು ಡೋಂಗಿ ಹಾಕಿಕೊಂಡಿನಾರು ಅದರೆಲ್ಲ ನಿಂಗ ಇಂದത്തെ നാൾ നിങ്ങൾ അനുഭവിക്കോ നിങ്ങ ചുന്തു അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ക് ചെന്ത് അങ്ങൾ അപമാനിക്കരുതായ ഒരു വിഷയത്തെ സൂറത്ത് തൗബത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കരിപാട്ടി തണ്ട അപ്പൊ സമുദായമേ ഒരു വിഷയം മനസ്സിലാക്കൂ ഇണ്ട് ഈ ഒരു നിങ്ങൾക്ക് അറിയുന്നതായ ഭാഷ നിങ്ങൾ മുണ്ടതായ ഭാഷ നിങ്ങൾക്ക് തെരുന്നതായ ഭാഷ തെരിയാത്ത ചില ആൾമാർക്ക് മലയാളം വെറും ഒരു ബർക്കത്തിക്ക് വേണ്ടി കേൾക്കുന്ന മനുഷ്യന്മാർ മലയാളം അർത്ഥമാവാത്ത ആൾമാരുള്ള ബർക്കത്തിക്ക് വേണ്ടി അതിലൊരു രാഗത്ത് ചന്തത്തിൽ കേട്ടിട്ട് അതിൽ വെച്ചിട്ട് അത്ര കേട്ടെങ്കിൽ അർത്ഥം ഇല്ലെങ്കോ അങ്ങനെ വിചാരിക്കുന്ന മനുഷ്യന്മാർ എത്ര ആളാണ് ಅದಕ್ಕೆ ವಿರುದ್ಧമായിട്ട് ഞങ്ങ മുണ്ടതായ ഭാഷ ഞങ്ങ പൽക്കവരതായ ഭാഷ ഞങ്ങ ചിന്തനാക്കരതായ ഭാഷ ഞങ്ങ കിനാവ് കാണുന്നതായ ഭാഷയിലെത്തിക്കരുത് ഈ ഹക്കായ ദീനുൽ ഇസ്ലാം ഇത്ര സ്പഷ്ടമായി ചൊന്തണ്ടത് ഈ ഖുർആനോട് തിരിഞ്ഞു വരും അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പാട്ടിതായോ ഈ ദീനുൽ ഇസ്ലാം യഥാർത്ഥമായി മനസ്സിലാക്കൂ അല്ലാമാര് ഇപ്പൊ നോക്കൂ നരക ചൊന്തുള്ളത് ഭാരി ഒരു സുലാഭത്തിൽ കിട്ടുന്നതായ ബസ് മക്കൾക്ക് ഇസ്ലാം ദീൻ പഠിപ്പാട്ടില്ലെങ്കിൽ കിട്ടും മക്കൾക്ക് സ്വന്തമായിട്ട് പഠിച്ചില്ലെങ്കിൽ സുലാഭത്തിൽ നരക കിട്ടും സ്വർഗചുന്തിലെ ബസ് മാത്രമേ സുലാഭത്തിൽ കിട്ടാത്തത് അത് ഔത്ര ഭർത്തിലിയണു ഇസ്ലാം ദീൻ അവിടെ ഔത്ര ദീനുൽ ഇസ്ലാം ഇല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം എവിടുണ്ടു ഇതിന് യഥാർത്ഥമായി നിലക്ക് മനസ്സിലാക്കുക എവിടുണ്ടു അവിടുത്തെ തേടിയും പോണു അതേ അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് ചൊല്ലത് ഞങ്ങൾക്ക് ഈ ദീനോ പഠിക്കൂ വേണ്ടിയിട്ട് ഞങ്ങൾ എത്ര മെഹനത്താക്കിയെങ്കും അത് മിയാവല സൂറത്ത് സുമർ അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലുന്നുണ്ടാ നന്റെ അടിമമാർക്ക് നീ നല്ല ശുദ്ധി കൊടുത്തു സ്വർഗ കിട്ടി ചൊല്ലു അല്ലദീന യസ്തമിഊനൽ ഖൗൽ പൽക്കത്ത് ചന്ത കാതു കൊടുക്കുറങ്ങ വയത്തബിഊന അഹ്സനഹു അതിന് നേർക്ക് നിലയ്ക്ക് നല്ലതിനെ മനസ്സിലാക്കുന്നത് ആ ചൊല്ലുற ആളാറ് അവൻ സലഫിയ അവന്റെ പൽ കേൾക്കില്ല അവന്റെ പൽ കേൾക്കുന്നത് കാത് മുച്ചി തയ്ക്കുന്നത് ചൊല്ലുറവണ ആറുണ്ടല്ല നിഫ്സല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല ചെന്നത് ചിലരുടെ ബസ്തിയത് അവൻ ഖുർആൻ ചൊല്ലറമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് ചൊല്ലറമാ അതിന്റെ ആങ്കി ചന്ത കാതു കൊടുത്ത് കേൾക്കൂ ചൊന്തലതെത്തിക്കറി അങ്ങനെ കാതു കൊടുത്ത് മേവാ അതിന് നല്ലതായ സ്വീകരിക്കണു ചമ്മാൽമാർ യന്ത്രമാ വിശാക്കി പോണ്ടാറ് അതിനെ കാണാൻ നല്ലത് ചൊന്ന ആൾമാറുള്ളത് അതിരെ അതായത് ഞങ്ങളെ ജീവനത്തിക്ക് യഥാർത്ഥമായ നിലക്ക് ഞങ്ങളെ ജീവനത്തിക്ക് ബാനമായതായ ബസ് അതിന് ചൊന്തണ്ടെങ്കിൽ ആറുള്ളത് അതിന് നല്ല നിലക്ക് കാതു കൊടുത്തു അതിന് സ്വീകരിക്കണു അല്ലേ എത്ര ചേഞ്ചസ് ഉണ്ടായി ഈ സമുദായ എത്ര ചേഞ്ചസ് ഉണ്ടായി ആ ചേഞ്ചസ് ആയതിക്ക് ആറ് ഹോണെ ഇപ്പൊ ഞങ്ങാൻ ചൊന്ത് ഈ മേലാക്കന്മാർ മേലാക്കിക്കൊണ്ടുള്ള കോളർ മേലാക്കിയുള്ള ഞങ്ങാക്കിരെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റൽ കെട്ടിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഹോസ്പിറ്റൽ കെട്ടിട്ട് ഞങ്ങൾ ഇന്ന ശേഖര പേരിൽ ഇന്ന ഹോസ്പിറ്റൽ ഇന്ന നിലക്കുള്ള ടെക്നോളജി ഞങ്ങൾ മുന്നുള്ള പേരാ ഞങ്ങൾ ഇത്ര പെൺമക്കൾ പഠിക്കുന്നതായ കോളേജ് ഉണ്ട് ഞങ്ങൾ ഇത്ര വലുതായോ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് സ്ഥാപനം ഉണ്ട് ചൊല്ലതായി ഈ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം കഴിഞ്ഞ് വരും മറന്നിറാറ് ഇങ്ങനെ മുന്നൽത്തങ്ങ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇങ്ങനെ പരമ്പര എന്തിനു ചൊന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് കൈയെടുത്ത് പഠിക്കൽ ഹറാം ശറഈ ഹറാം ആ പെൺമക്ക് മഹിളാ കോളേജ് അല്ലെങ്കിൽ പിന്നെ പല നമ്മൾ പെണ്ണിക്ക് പഠിക്കുന്നതായ സ്ഥാപനം ഉണ്ടാക്കിയത് അതേപോലെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി ഹോസ്പിറ്റലിൽ കൂട്ടി പോണില്ല പെണ്ണുങ്ങളെ കർപ്പിഞ്ച് പെണ്ണുങ്ങളെ ഹോസ്പിറ്റലിൽ കൂട്ടി പോണ്ടില്ല എന്തിനെ നഫീസത്ത് മാല പെണ്ണ് പഠിച്ചോണ്ടല്ലേ ആ പെണ്ണ ഹോസ്പിറ്റലിൽ കൂട്ടി പോണു ഹോസ്പിറ്റലിൽ കൂട്ടി പോയി ആ പെണ്ണ ജിമ്മ വെച്ചോ ബൈത്തുള്ള കിടാവ് വെച്ചോ ആ കാലഘട്ടത്തിൽ നഫീസത്ത് മാല മാത്രം ഓതിട്ട് എത്ര മനുഷ്യന്മാരെ കൊന്നെത്തിക്കല ഈ പുരോഹിതന്മാർ പഠിപ്പാട്ടി കൊടുത്തതല്ല അത് സമുദായത്തെ ആൾമാർക്ക് പഠിപ്പാട്ടി കൊടുത്തതല്ലേ അങ്ങനെ സമുദായമേ ഇപ്പൊ എന്താ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഷേഖുന ഹോസ്പിറ്റൽ ആക്കിയത് ഇല്ലെന്റെ ഇന്ന തങ്ങൾ ഹോസ്പിറ്റൽ ആക്കിയത് ഇന്ന ശേഖര പേരുള്ള ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റൽ അല്ല ഇതെല്ലാം പോണു പഠിപ്പാട്ടിയമ്മേ ഈ സലഫി സമുദായത്തിക്ക് ഹോസ്പിറ്റൽ പോണു മറന്നാക്കണു അള്ളാഹുരട്ടിക്ക് ദുആർക്കണു ചൊന്ത് പഠിപ്പാട്ടിയതേ ഈ സമുദായത്തെ മനുഷ്യന്മാർ ഒരു കാലഘട്ടം നിസ്കാര പഠിപ്പാട്ടിയതേ ഈ സലഫി സമുദായ ഇതല്ല ബദലാവണ ബന്ധത് എങ്ങനെ അങ്ങനെ പറഞ്ഞു ബദലാവണാവണു അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളുടെ ചൊല്ലു ബദലാവണാവുക്ക് ചൊല്ലത് അപ്പൊ ബദലാവണാവർ സോക്കണ്ട സോക്ര വിഷയല്ല ചൊല്ലത് ഞങ്ങൾ സോക്ര ഇല്ല അങ്ങ് ഇന്നരാൾ ಬಂದು ಸ್ಪೀಚ್ ಹಾಕಿದ್ದು ಎವಡುಲ್ಲ ಚೊಂತು ವೀರವಾದ ಹಾಕಿ ಪೋಣಕಲ್ಲ ಚೊಲ್ರು ಬಿಸಿ ಕೇಟಂಟೆಂಗ್ ನಂಗೆ ಬದಲಾವಣ ನಂಗೆ ചേഞ്ചസ് ആവും അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് ಅದಕ್ಕೆ തൗഫീഖ് ചെയ്യട്ടെ ചൊന്തലത് പിന്നെ അല്ലാഹുവേ യഥാർത്ഥമായ നിലക്ക് അർത്ഥാക്കിയോണു
അവന്റെ വിശ്വാസത്തിൽ എപ്പോഴത്തും അക്രമ പറല്ലേ, അവന്റെ വിശ്വാസത്തിൽ എപ്പോഴത്തും അന്യായ പറല്ലേ. അതെന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നുള്ള ഈ ആയത്തെ വിഷയത്തിൽ സഹാബിമാർക്കിട്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശ്വാസത്തിൽ അക്രമ ബറാത്തങ്ങ 6 ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത്. അപ്പൊ അക്രമം എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അക്രമം ചൊല്ലിട്ടെ ശിർക്ക് തിക്റ് എന്തേ ഇന്ന ശിർക ലളുൽമുൻ അളീം. ശിർക്കാക്കുന്നത് ഏറ്റവും വലിയതായ അക്രമ തിക്റ്. എന്തിനാ ഈ ശിർക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി വെക്കുന്നത്, അല്ലാഹു കൊടുക്കുന്നതായ ദുആത്തിൽ ബാക്കി നിങ്ങൾ ഓതി വെക്കുന്നത്, അല്ലാഹു കൊടുക്കുന്നതായ നേർച്ചയ്ക്ക് ബാക്കി നിങ്ങൾ ഓതി വെക്കുന്നത്, അല്ലാഹു കൊടുക്കുന്നതായ സുജൂദുലു റുകൂഉലു ഇബാദത്തിൽ പെട്ടതായോ ദുആ ഇസ്തിഗാസ ഇതിലെല്ലാം ബാക്കി നിങ്ങൾ ഓതി വെക്കുന്നത്. ഇത് ശിർക്കാക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും ശിർക്കാക്കിണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താരതമ്യം കാട്ടില്ല. മുസ്ലിം റൗനാക്കുന്ന ശിർക്ക് അന്യ സമുദായത്തോനാക്കുന്ന ശിർക്ക് ചൊല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല താരതമ്യം കാട്ടില്ല. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവോടൊട്ടിക്ക് ഇങ്ങനത്തെ ഏതെങ്കിലും നമ്മത്തിൽ ശിർക്കാക്കിയോന്നു ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻകു ഹറാമാക്കറ സ്വർഗ്ഗത്തെ അവൻക്ക് ഹറാമാക്കറ. സ്വർഗ്ഗത്തെ ഹറാമാക്കി പിന്നെ എവിടെ പോകണം മനുഷ്യന്മാരെ? സ്വർഗ്ഗത്തെ ഹറാമാക്കി നരകത്തിക്കല്ലേ പോണ്ടേ? അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വമാലിൽ ളാലിമി വമഅവാഹുൻ നാർ, അവന്റെ സങ്കേത അവന്റെ പോയിത്തത്രതായ നില നരകത്തിക്കര്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, ഈ അന്യായക്കാർക്ക്, ഈ അക്രമാക്കി ശിർക്കാക്കിയ ആൾമാർക്ക്, ഈ അക്രമിമാർക്ക് ഒരു സഹായകന്മാർ ഇക്കല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ക്ലിയർ ആയിട്ട് ചൊന്ന. അതുകൊണ്ട് സഹോദരന്മാരെ ഞങ്ങൾ യാറെ ഈ ദീനുൽ ഇസ്ലാമറോ പഠിക്കണു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അവകാശത്തന്ന ഞങ്ങൾ വഞ്ചിതെങ്കിൽ പഠിക്കണു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അവസാനമായിട്ട് കണ്ണു ചുമ്മാട്ടല്ലേ, ആ കണ്ണു ചുമ്മാട്ട മുന്നലെങ്കിലും ഈ ദീനുൽ ഇസ്ലാമർ യഥാർത്ഥമായ നിലക്ക് മനസ്സിലാക്കണു, അതിനെ പാലനാക്കണു. അത് ഉമ്മക്ക് വേണ്ടിത്ത്, കാക്കക്ക് വേണ്ടിത്ത്, അബ്ബക്ക് വേണ്ടിത്ത്, അജ്ജക്ക് വേണ്ടിത്ത് ചുറ്റു പല നമുക്ക് കാരണ കാട്ടം കൊണ്ടല്ലേ ഈ അജ്ജമാറും അബ്ബമാറും അങ്ങ് ഖിയാമത്താൽ ബൻസത്ത് ഇങ്ങനെ ബെരൽ കാട്ടത് മാത്രമേ ആവല ഞങ്ങൾ സ്വന്തം നരകത്തിൽ പോകണം ചൊന്ന് മനസ്സിലാക്കണം. എനിക്ക് ബെരൽ കാട്ട പേരെ മാത്രമല്ല ഇങ്ങനെ നരകത്തിൽ നിന്ന് എത്തിക്കാൻ എനിക്ക് ബെരൽ കാട്ട് ഇങ്ങനെ വെച്ച വാക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ആര് കാരണം വെച്ചിട്ട് ഈ ദീനിന്റെ പഠിക്കുന്ന നിന്ന് പിറവ് ചോട്ടിരണ്ട, അത് വലിയൊരു നഷ്ടമായി പോകും. ചൊന്തുലെത്തിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പഠിപ്പാട്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് അത് നിങ്ങളെ മുന്നുള്ള ചൊന്തു നന്റെ നക്കിയിട്ട ഈ അവകാശത്തെ ഞാൻ അവസാനിപ്പിക്കറേ. യാ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യന്മാരെ ഖദ് ജാഅതുകും നിങ്ങൾക്ക് ಬಂತೆತ್ತಿರಿ, നീ ಬಂತಿಲ್ಲ ചൊല്ലണ്ട, ಬಂತೆತ್ತಿರಿ ಮೌഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളെ നഖശിക്കാന്ത സുധാരണ ആക്കരുതായോ, അടിരെ പിടിച്ച് മുടി തോലു, തലരെ പിടിച്ച് കാൽ തോലു സുധാരണ ആക്കരുതായോ, സമുദായത്തെ ചെരിങ്ങളെ പിടിച്ച് ബല്യങ്ങ തോലു സമാക്കരുതായോ, പെണ്ണുങ്ങളെ പിടിച്ച് താണിങ്ങളെ തോലു, മക്കളെ പിടിച്ചിട്ട് വൈസരങ്ങളെ തോലു സമാക്കരുതായോ, സുധാരണ ആക്കരുതായോ. ഒരു വാള് ഒരു ഉപദേശ ഇതാ ಬಂತೆತ್ತಿರಿ എല്ലാ നമുക്കുള്ളതായോ മനസ്സിൽ പണ്ടതായ ശീക്ക് ഇതാ ശിഫാ ബന്തെത്തിരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇതിനെല്ലാം മനസ്സിലാക്കിയത് ആരല്ല യഥാർത്ഥമായ വിശ്വാസത്തോടെ ബണ്ടര്, ഈമാനോടെ ബണ്ടര് അങ്കി ഈ ഖുർആൻ ഹിദായത്ത് എത്തിക്കര്, ഈ ഖുർആൻ റഹ്മത്ത് എത്തിക്കര്. ഇതിലെ വിശ്വാസത്തിൽ പോരായ്മ ബന്ധങ്കി, ഇതിലെ വിശ്വാസിക്കുന്നതിൽ പോരായ്മ ബന്ധങ്കി ഈ ഖുർആൻ ഹിദായത്തല്ല, ഈ ഖുർആൻ റഹ്മത്തല്ല, അങ്കി അത് ളലാലത്താവു, അങ്കി അത് റഹ്മത്തിൽ വിരുദ്ധൈത്തി ലാനത്താവു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ചുറ്റുപാടിലുള്ളതായ ആൽമാരും സലാമത്താക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെ ചെറിയ ദോഷത്തെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കിരട്ടെ. ഖുർആൻ യഥാർത്ഥമായ നിലക്ക് മനസ്സിലാക്കും, അതിനനുസരിച്ച് ചെയ്യും തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവേ ഹക്കൈത്ത് കാണുക്കും, അതിനനുസരിച്ച് ചെയ്യും. ബാത്തിലെത്തി കണ്ടെത്തി അതിനെ വിട്ടുത്ത് ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ദീനുൽ ഇസ്ലാമിലോ ഞങ്ങളെ മരിക്കർക്ക് മുന്നോളൂ ഞങ്ങൾക്ക് യഥാർത്ഥമായ നിലക്ക് മനസ്സിലാക്കും, ഈ ഖുർആനിലോ യഥാർത്ഥമായ നിലക്ക് അനുസരിക്കും തൗഫീഖ് ചെയ്യ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരും മൗത്തുകു നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമത്തു തൗഹീദ് ചൊന്തു മരിക്കും തൗഫീഖ് ചെയ്യ റബ്ബേ. അതേപോലെ ഈ ജീവനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ചെയ്യും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യ റബ്ബേ. ഇതിൽ കേട്ടുകൊണ്ടുള്ളതായോ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അല്ലാഹുവേ നീ ഹിദായത്ത് കൊടുത്തു റബ്ബേ. അല്ലാഹുവേ ഈ സമുദായ നഷ്ടക്കാരിൽ പെട്ടതായോ ആ ഒരു നാളുണ്ടല്ലേ, ആ നാൾക്ക് മുന്നലായിട്ട് ഈ സമുദായത്തിൽ പഠിച്ചോനെ നീ ഹിദായത്ത് കൊടുത്തു റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. السلام عليكم.